ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയും അത് വെച്ചിട്ട് എങ്ങനെ HCF രണ്ട് നമ്പേഴ്സിൻ്റെ HCF എങ്ങനെ കണ്ടുപിടിക്കാം, ആ ഒരു അൽഗോരിതം വെച്ചിട്ട് എങ്ങനെ രണ്ട് നമ്പേഴ്സിൻ്റെ HCF കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തത്. സോ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. HCF എങ്ങനെ കണ്ടുപിടിക്കേണ്ടുള്ളത് അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോംവർക്ക് തന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്കൊരു 7 ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്, പിന്നെ എക്സസൈസിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, 7 ഉണ്ട്. അപ്പം അതും കൂടി ചെയ്ത് ഈ ഒരു യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്നൊരു സെക്ഷൻ നമുക്ക് ഇവിടെ നിർത്താം. പിന്നെ അടുത്തുള്ളത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ്. ഓക്കെ, ഇത്രയും ചെയ്യുന്നതോടുകൂടി യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ എന്നൊരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് എവറി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q ആൻഡ് ദാറ്റ് എവറി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q + 1 വേർ q ഈസ് സം ഇൻറ്റീജർ. എന്താണ് നമ്മളുടെ കാണിക്കാൻ പറഞ്ഞേക്കുന്നത്? എവറി പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q ആണ്. 2q എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്? എവരി പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ, എല്ലാ പോസിറ്റീവ് ഈവൻ ഇൻറ്റീജറും 2q എന്ന ഫോമിലായിരിക്കും. അതുപോലെ തന്നെ 2q + 1 എന്ന ഫോമിലായിരിക്കും എല്ലാ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജറും. ഓക്കെ, q എന്ന് പറയുന്നത് സം ഇൻറ്റീജറാണ്. ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, q എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. അങ്ങനെ ആണെങ്കിൽ 2q എന്ന് പറയുന്നത് പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആയിരിക്കും. 2q + 1 എന്ന് പറയുന്ന പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആയിരിക്കും. ഇതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷനിലോട്ട് നമുക്ക് പോവാം. നമ്മളിത് യൂക്ലിഡ് അൽഗോരിതം വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ യൂക്ലിഡ് അൽഗോരിതം എന്താണ് പറയുന്നത്? A = BQ + R അല്ലേ? എയും ബി എന്ന് പറയുന്ന രണ്ട് ഇൻറ്റീജർ ആണെങ്കിൽ there exist unique integers q and r such that a is equal to bq + r and q greater than or equal to 0 and 0 less than or equal to r less than b. സോ നമ്മൾ ഈ പ്രോബ്ലത്തിൽ രണ്ട് പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കുകയാണ്. എ എന്നും ബി എന്നും ഉള്ള രണ്ട് പോസിറ്റീവ് ഇൻറ്റീജർ എടുക്കുകയാണ്. ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2 എന്ന് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഈ എയ്ക്കും ബി ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഈ രണ്ട് ഇൻറ്റീജേഴ്സിനും നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുകയാണ്. സോ എന്ത് സംഭവിക്കും? അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? എ ഈസ് ഈക്വൽ ടു ബിയുടെ അവിടെ എന്ത് വരും? 2, പിന്നെ q + r അല്ലേ? q greater than or equal to 0, 0 less than or equal to ആറിൻ്റെ റേഞ്ച് എങ്ങനെയായിരിക്കും? r less than 2 ആയിരിക്കും അല്ലേ? കാരണം നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് 2 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, സോ നമ്മളിനി ആറിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ആറിൻ്റെ ഓരോ വാല്യൂ മാറുമ്പോൾ എ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ഏത് രീതിയിൽ മാറും എന്നാണ് നോക്കുന്നത്. സോ r ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്താണ് വരിക? a ഈസ് ഈക്വൽ ടു 2q + 0 ഈസ് ഈക്വൽ ടു 2q. ഇനി r ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ a ഈസ് ഈക്വൽ ടു 2q + 1 അല്ലേ? ഓക്കെ, അങ്ങനെ വന്നു. ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? എവരി പോസിറ്റീവ് ഈവൻ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് 2q ഫോമിലായിരിക്കും. ആൻഡ് എവരി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 2q + 1 എന്ന ഫോമിലായിരിക്കും. എന്നാണ് കാണിക്കേണ്ടത്. നമുക്കിവിടെ കിട്ടി a ഈസ് ഈക്വൽ ടു 2q എന്ന് കിട്ടി. a എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണ്, അത് ഈക്വൽ ടു 2q എന്ന് കിട്ടി. അതുപോലെ തന്നെ a എന്ന് പറയുന്ന മറ്റൊരു ഇൻറ്റീജർ, അത് 2q + 1 എന്ന് കിട്ടി. സോ ഇത് നമുക്ക് ഒരു പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആണെന്ന് പറയാം. എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പൊതുവേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ q എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആയിട്ടാണ് ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. സോ q എന്ന് പറയുന്ന ഒരു 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2q എന്ന് പറയുന്നത് എന്താണ്? 2 × 3 ഈസ് ഈക്വൽ ടു 6. അങ്ങനെ ക്യൂവിന് ഏതൊരു ഇൻറ്റീജർ നമ്മൾ ഇട്ട് കൊടുത്താലും 2q എന്ന് പറയുന്നത് എപ്പോഴും ഒരു
ഈവൻ പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് വരത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ 2q + 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യൂവിന് സെയിം 3 തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഏത് നമ്പർ ഇട്ട് കൊടുക്കുകയാണ്, ഏത് ക്യൂ എന്ന് പറയുന്നത് സം ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്യൂവിന് 3 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ a = 2 × 3 + 1 എത്ര വരും, 6 + 1 = 7. അതായത് ഈ ഒരു ഫോം എന്ന് പറയുന്നത് which gives even അല്ല ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ അല്ലേ, അതായിരിക്കും കിട്ടുന്നത്. അതാണ് പറയുന്നത് ഇഫ് a is a പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ദെൻ a is of the form 2q. അതായത് a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആണെങ്കിൽ a ഷുവറായിട്ട് 2q ഫോമിൽ ഇരിക്കത്തുള്ളൂ. അതാണ് ഞാൻ എക്സാമ്പിൾ ഇട്ട് ഇവിടെ പറഞ്ഞു തന്നേക്കുന്നത്. പിന്നെ a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആണെങ്കിൽ a എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 2q + 1 എന്ന ഫോമിൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ, പ്രൂഫ് മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. നമ്മളെങ്ങനെയാണ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടാണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ നമ്മൾ എടുക്കുകയാണ് a എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുകയാണ്, b = 2 എന്ന് എടുക്കുകയാണ്. സോ അവിടെ നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്തെന്നാ വരിക, a = 2q + r എന്ന് വരും. q > or = 0. എന്തുകൊണ്ടാണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് q എപ്പോഴും 0യെക്കാട്ടിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 0 തന്നെ ആയിരിക്കും. ആൻഡ് 0 <= r < 2, b = 2 എടുത്തത് കൊണ്ടാണ് ഇവിടെ 2 വന്നത്. ഇനി നമുക്ക് ആറിന് ഓരോ വാല്യൂസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ r = 0 ആകുമ്പോൾ നമുക്ക് എന്ത് വരും, a = 2q എന്ന് വരും. r = 1 എന്ന് പറയുമ്പോൾ a = 2q + 1 എന്ന് വരും. ഈ രണ്ട് ഫോമും നമുക്ക് കിട്ടി. ഇനി a is a പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആണെങ്കിൽ, a എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആണെങ്കിൽ ദെൻ a is of the form 2q എന്ന ഫോം ആയിരിക്കും. ഫോർ q എന്ന് പറയുന്നത് > or = 0 ആണ്. സോ ആൻഡ് ഓൾസോ q എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറും ആണ് അല്ലേ. സോ 2q എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് a is a പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ദെൻ a is of the form 2q + 1. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ക്യൂവിന് ഇട്ട് കൊടുത്തിട്ട് 2q കണ്ടുപിടിച്ച് നോക്കിയാൽ മതി, 2q + 1 കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ഇഷ്ടമുള്ള ഇൻറ്റീജർ ഇട്ട് കൊടുത്തിട്ട്, ഇഷ്ടമുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇട്ട് കൊടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് ആ ഫോമിലേ വരത്തുള്ളൂ എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Show that any positive odd integer is of the form 4q + 1 or 4q + 3 where q is some integer. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്, q ഒരു ഇൻറ്റീജർ ആണ് അല്ലേ. q എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആണ്. അങ്ങനെ ആണെങ്കിൽ 4q + 1 അല്ലെങ്കിൽ or 4q + 3 ആയിരിക്കും പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ ഫോം എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ മുന്നത്തെ പോലെ തന്നെയാണ് a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുകയാണ്. a എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുകയാണ്. ആൻഡ് അപ്ലൈയിങ് ഡിവിഷൻ അൽഗോരിതം, യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം നമ്മൾ എയ്ക്കും ഇവിടെ b = 4 എന്നാണ് നമ്മൾ എടുക്കുക, അസ്യൂം ചെയ്യുക. സോ ഈ രണ്ട് ഇൻറ്റിജേഴ്സിനും കൂടി നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക, യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം എന്താണ് പറയുന്നത്, a = bq + r where q > or = 0, 0 < or r b. ഇതാണ് യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, a = 4q + r, q > or = 0, 0 < or = ആറിൻ്റെ റേഞ്ച് എവിടം വരെ വരാം, യെസ് 4 അല്ലേ. 4ന് താഴെ വരെ ആറിൻ്റെ റേഞ്ച് വരുള്ളൂ, കാരണം b = 4 എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്.
ഓക്കെ, ഇനി മുന്നത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ആറിന് ഓരോ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ആറിന് ഏതൊക്കെ വാല്യൂസ് വരാം? ആർ ഈസ് ഈക്വൽ ടു 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. സോ നമ്മൾ ആദ്യം ആർ ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? 4q പ്ലസ് 0 എന്ന് വരും. അതായത് 4q തന്നെയാണ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിലോ എ ഈസ് ഈക്വൽ ടു 4q പ്ലസ് 1. ആർ ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ എ ഈസ് ഈക്വൽ ടു 4q പ്ലസ് 2. ഇനി ആർ ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ എ ഈസ് ഈക്വൽ ടു പറയൂ 4q പ്ലസ് 3 അല്ലേ? ഇത്രയാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. നോക്കി, q ഈസ് കോഷ്യൻ്റ് ആണ് അല്ലേ? ഓക്കെ, ക്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ക്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറും ആണ്. ഓക്കെ, however since a is odd, a cannot be 4q or 4q plus 1. അതായത് നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറയുന്നത് a is any positive odd integer എന്നാണ്. അപ്പോൾ ഓഡ് ഇൻറ്റീജർ ഒരിക്കലും 4q ആൻഡ് 4q പ്ലസ് 2 എന്ന ഫോമിൽ വരില്ല. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തതെന്ന് പറയുന്നത് സിൻസ് ദേ ആർ ഡിവിസിബിൾ ബൈ 2. അതെല്ലാം അങ്ങനെ വരുന്ന ഫോംസ് എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫോംസ് ആണ് ഈ രണ്ട് ഫോമും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഓടാവില്ല. ഓഡ് നമ്പേഴ്സിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്പേഴ്സിനെ മാത്രമേ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞുതരാം. ക്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഏതാ ഒരു ഇൻറ്റീജർ പറഞ്ഞേ? സോ ഞാൻ 2 തന്നെ ഇട്ട് കൊടുക്കുകയാണ്. 2. അപ്പോൾ 4q എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 × 2 ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. ഇതൊരു ഈവൻ ഇൻറ്റീജർ ആണ് അല്ലേ? ഈവൻ ആണ്, പോസിറ്റീവ് ഈവൻ ഇൻറ്റീജർ ആണ് അല്ലേ? അതുപോലെ തന്നെ a ഈസ് ഈക്വൽ ടു 4q പ്ലസ് 2. അവിടെ ക്യൂവിന് ഞാൻ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 4 × 2 പ്ലസ് 2 അതായത് 10 എന്ന് വരും. അതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എന്താണ് ഈവൻ ഇൻറ്റീജർ ആണ്. സോ ഈ രണ്ട് ഫോമിലും ഒരിക്കലും എ എന്ന് പറയുന്നത് പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ വരില്ല. ഓക്കെ, നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? ഇനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 4q പ്ലസ് 1 ഓർ 4q പ്ലസ് 3 എന്നായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്. സോ therefore any odd integer is of the form 4q plus 1 4q plus 3. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? ഏത് ഓഡ് ഇൻറ്റീജർ എടുത്താലും അതിൻ്റെ ഫോം എന്ന് പറയുന്നത് 4q plus 1 4q plus 3 ആയിരിക്കും. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഇൻറ്റീജർ ക്യൂവിന് ഇട്ട് കൊടുക്കുക, 4q plus 1 കണ്ടുപിടിക്കുക, 4q plus 3 കണ്ടുപിടിക്കുക. ഓഡ് നമ്പർ തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയണോ? മുമ്പ് ചെയ്ത കണക്ക് പോലെ തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു കണക്ക് ചെയ്തില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. സിമ്പിളാണ്. യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുക. അതിനുശേഷം എന്താണ് നമ്മൾ ക്യൂവിന് വാല്യൂ ഇട്ട് നോക്കുക. വാല്യൂ ഇട്ട് നോക്കുമ്പോൾ ഈവൻ ആണോ ഓടാണോ വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് റിസൾട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ. എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുവാണ്. എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എന്താണ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് ഇങ്ങനൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ, ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഇനി ബി ഈസ് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ആർ ക്യാൻ ബി. അപ്പോൾ ആർ എങ്ങനെയൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ആറിൻ്റെ വാല്യൂ ഇത്രയും വരാം. ഇനി ആറിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. സോ കണ്ടുപിടിച്ചതിന് ശേഷം സിൻസ് എ ഈസ് ഓഡ്, എ എന്ന് പറയുന്നത് നമ്മൾ ഓഡ് ഇൻറ്റീജർ ആയിട്ടാണ് എടുത്തേക്കുന്നത്. സോ എ കനോട്ട് ബി 4q ഓർ 4q പ്ലസ് 1. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇതിനെ 2 കൊണ്ട് നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷനെയും നമുക്ക്
2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതൊരിക്കലും ഓടാവില്ല. പിന്നെ ഓടാൻ പറ്റുന്ന സാധ്യതയുള്ളത് ഏതാണ്? 4q + 1 4q + 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. HCF ആണ്. HCF യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, എ സ്വീറ്റ് സെല്ലർ ഹാസ് 420 Kaju burfis and 130 Badam burfis. She wants to stack them in such a way that each stack has the same number and they take up the least area of the tray. What is the maximum number of burfis that can be placed in each stack for this purpose? എന്താണ് പറഞ്ഞേക്കുന്ന? ഒരു സ്വീറ്റ് സെല്ലറിൻ്റെ 420 കാജു ബർഫീസ് ഉണ്ട്, 130 ബദാം ബർഫീസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബർഫീസ് നമുക്ക് ഓരോ സ്റ്റാക്കിലും മാക്സിമം നമ്പർ നമുക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ ട്രേയിൽ ലീസ്റ്റ് ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ ഓരോ സ്റ്റാക്കിലും മാക്സിമം നമ്പർ ബർഫീസ് നമ്മൾ ഫില്ല് ചെയ്യണം. അത് സെയിം നമ്പറും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് ബർഫീസ് ഇൻ ഈച്ച് സ്റ്റാക്ക് സോ ദാറ്റ് ദ നമ്പർ ഓഫ് സ്റ്റാക്ക് വിൽ ബി ദ ലീസ്റ്റ് ആൻഡ് ദ ട്രേ ഏരിയ വിൽ ബി ലീസ്റ്റ്. അതായത് മാക്സിമം നമ്പർ ഓഫ് ബർഫീസ് നമുക്ക് ഫില്ല് ചെയ്യണം. സോ ദാറ്റ് നമുക്ക് എന്താണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്, ഈ സ്റ്റാക്കിൽ മാക്സിമം നമ്പർ ഓഫ് ബർഫീസ് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ ലീസ്റ്റ് നമ്പർ ഓഫ് ട്രേ ഏരിയ എന്ന് പറയുന്നത് ലീസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് ബർഫീസിന്. സോ മാക്സിമം നമ്പർ ഓഫ് ബർഫീസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCF ഓഫ് 420 130 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റാർട്ട് ചെയ്യാം. 420 130 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 130 420 3 ടൈംസ് വരിക. 3 ടൈംസ് 130 × 3 എത്ര വരിക? 9 3 390 വരും. 0 3 അല്ലേ, × 3 + 30. ഇനി നമ്മൾ അൽഗോരിതം ഏതിലൊക്കെയാണ്? ഇതിലും അപ്ലൈ ചെയ്യുന്നു. സോ 30 = 30 × 130 30 എത്ര ടൈംസ് ആണ്? 4 ടൈംസ് അല്ലേ. 3 4s are 12 അല്ലേ. സോ 120 വരും. റിമൈൻഡർ ഈസ് 10. ഓക്കെ, ഇനി 30ക്കും 10നും അപ്ലൈ ചെയ്യുകയാണ്. 30 = 10 × 30ൽ എത്ര പ്രാവശ്യം? 10ൽ എത്ര പ്രാവശ്യമാണ് 30? ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, 3 ടൈംസ് അല്ലേ. 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. സോ 3 + 0. അപ്പോൾ ഇവിടെ എന്താണ് HCF എന്ന് പറയുന്നത്? HCF ഓഫ് 420 130 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ സ്വീറ്റ് സെല്ലർ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്? therefore the sweet seller can make stack of 10 for both kind of burfis. അപ്പോൾ എന്താണ് 10 എന്ന നമ്പറിലാണ് ആ ഒരു സ്വീറ്റ് സെല്ലർ സ്റ്റാക്സ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ദാറ്റ് നമുക്ക് എന്താണ് ആ ട്രേഡ് ഏരിയ ലീസ്റ്റ് ആയിട്ട് വരും. മാക്സിമം നമ്പർ ഓഫ് ബർഫീസ് നമുക്ക് അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. ഷോ ദാറ്റ് any positive odd integer is of the form 6q + 1 6q + 3 6q + 5 where q is some integer. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? q ഇൻറ്റീജർ ആണ്. q ഇൻറ്റീജർ ആണെങ്കിൽ എന്താണ് 6q + 1
6q പ്ലസ് 3 ഇതായിരിക്കും. ആൻഡ് 6q പ്ലസ് 5 ഇതായിരിക്കും പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സിൻ്റെ ഫോം എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഇതും യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ, ലെറ്റ് us use Euclid division algorithm for any positive integer a and b is equal to 6. അതായത് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുവാണ്. ലെറ്റ് us assume that any positive integer a of the form 6q plus r where q is some integer. അതായത് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ എ എടുക്കുന്നു ഒരു ഇൻറ്റീജർ, ബി എന്ന് പറയുന്നത് 6 എന്ന് എടുക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് ആർ എന്ന് കിട്ടും. വേർ q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എന്താണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 6. ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ആറിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം? 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം. ബട്ട് 6 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിയെക്കാട്ടിയും ചെറുതായിരിക്കണം എപ്പോഴും ആർ എന്ന് പറയുന്നത്. സോ ദസ് എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് ആർ ഫോർ സം ഇൻറ്റീജർ q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 0, 1, 2, 3, 4, 5. സിൻസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 6 ഞാനിപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അത് തന്നെയാണ് വീണ്ടും ഇത്. എ ഈസ് ഈക്വൽ ടു 6q പ്ലസ് ആർ ഫോർ സം ഇൻറ്റീജർ q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആറിൻ്റെ വാല്യൂ എത്രയാണ്? ആറിൻ്റെ റേഞ്ച് വരുന്നത് എത്രയാണ്? Therefore the possible values of a are, നമ്മൾ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. r ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് എന്താണ് വരിക? 6q പ്ലസ് 0. a ഈസ് ഈക്വൽ ടു 6q പ്ലസ് 0 എന്ന് വരും. r ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ a ഈസ് ഈക്വൽ ടു 6q പ്ലസ് 1 വരും. r ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ a ഈസ് ഈക്വൽ ടു 6q പ്ലസ് 2 എന്ന് വരും. r ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ a ഈസ് ഈക്വൽ ടു 6q പ്ലസ് 3 എന്ന് വരും. r ഈസ് ഈക്വൽ ടു 4 ആകുമ്പോൾ a ഈസ് ഈക്വൽ ടു 6q പ്ലസ് 4 എന്ന് വരും. r ഈസ് ഈക്വൽ ടു 5 ആകുമ്പോൾ എന്താ വരിക? a ഈസ് ഈക്വൽ ടു 6q പ്ലസ് 5 എന്ന് വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ, ആറിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. സോ നൗ 6q പ്ലസ് 1 എന്താണ് വരിക എന്ന് നോക്കാം. 6q പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു എന്താണ്? 6നെ നമ്മൾ 2 into 3 എന്ന് എഴുതി. 2 into 3 q പ്ലസ് 1 which is equal to 2k1 plus 1 where k is any positive integer. അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ 3q എന്ന് പറയുന്നത് നമ്മൾ k1 ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, k1 ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, ഇനി 6q പ്ലസ് 3 which is equal to 6q പ്ലസ് 2 പ്ലസ് 1. 3നെ നമ്മൾ 2 പ്ലസ് 1 എന്ന് എഴുതി. which is equal to, ഇനി നമ്മൾ 2 ഇവിടെ കോമൺ എടുക്കുകയാണ്. ഈ രണ്ട് ഇതിൽ നിന്നും കോമൺ ആയിട്ട് നമ്മൾ 2 എടുക്കുകയാണ്. സോ 2 into 3q പ്ലസ് 1 എന്ന് വരും പ്ലസ് 1 which is equal to 2k2 പ്ലസ് 1 where k2 is any positive integer. അതായത് ഇവിടെ k2 എന്ന് പറയുന്ന k2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3q പ്ലസ് 1 ആണ്. ഇവിടെ k1ൻ്റെ വാല്യൂ 3q എന്നെടുക്കുകയാണ്. ഓക്കെ, 6q പ്ലസ് 5. 6q പ്ലസ് 5 എങ്ങനെ നമുക്ക് എടുക്കാം? 6q പ്ലസ് 4 പ്ലസ് 1. അതായത് എന്താണ് ഇവിടെ 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഉള്ളിലോട്ട് എഴുതുകയാണ്. 3q പ്ലസ് 2 പ്ലസ് 1 എന്നിട്ട് 2k3 പ്ലസ് 1. അതായത് ഇവിടെ k3 എന്ന് പറയുന്നത് എന്താണ്? 3q പ്ലസ് 2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർലി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് പറയാൻ പറ്റും? 6q പ്ലസ് 1, 6q പ്ലസ് 3 ആൻഡ് 6q പ്ലസ് 5. ഇത് ഏത് ഫോമിലാണെന്ന് പറയാം? 2k പ്ലസ് 1. 2k പ്ലസ് 1 എന്ന ഫോമിലാണെന്ന് പറയാം. വേർ k ഈസ് ആൻ ഇൻറ്റീജർ. അതായത് ഇതെല്ലാം ഏത് ഫോമിലാണ് കിടക്കുന്നത്? 2k പ്ലസ് 1 എന്ന ഫോമിലാണ് കിടക്കുന്നത്. വേർ k ഈസ് എനി ഇൻറ്റീജർ. ഇവിടെ ഓരോ ഇൻറ്റീജറാണ്, ഇതെല്ലാം ഓരോ ഇൻറ്റീജറാണ്. സോ അതിനെ ജനറലി k എന്ന് എടുത്തു.
k is an integer എന്ന് പറഞ്ഞു. Therefore 6 cube plus 1, 6 cube plus 3 and 6 cube plus 5 are not exactly divisible by 2. എന്തുകൊണ്ടാണ് ഡിവിസിബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ ഫോമാണ് 2q plus 1 where q is any integer. ആദ്യത്തെ ഓക്കെ, ആദ്യം നമ്മൾ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത്? ഇത് കണ്ടോ, എവറി പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 2q plus 1 where q is some integer. സെയിം കാര്യം തന്നെയല്ലേ, ഇവിടെ ക്യൂവിന് പകരം k വന്നു എന്നേ ഉള്ളൂ. ഇപ്പം എന്താണ് 2k plus 1 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തത് വെച്ചിട്ട് അത് ഓഡ് ഇൻറ്റീജർ ആണെന്ന് പറയാൻ പറ്റും, ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കണം. ഹെൻസ് ദീസ് എക്സ്പ്രഷൻ ഓഫ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ് ആൻഡ് therefore any odd number can be expressed in the form 6q plus 1, 6q plus 3, 6q plus 5. അതായത് 2 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻസ് എല്ലാം, അതായത് 6q plus 1, 6q plus 3, 6q plus 5, ഈ 3 എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ഓഡാണ്, ഓഡ് ഇൻറ്റിജേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതല്ലേ നമുക്ക് കാണിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പറയൂ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതല്ലേ, show that any positive odd integer is of the form 6q plus 1, 6q plus 3 and 6q plus 5. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കാം. An army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in a same number of columns. What is the maximum number of columns in which they can march? അപ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് കോളംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ആർമിയിൽ 616 മെമ്പേഴ്സ് മാർച്ച് ചെയ്യുകയാണ്. എന്താണ് ബിഹൈൻഡ് ആൻ ആർമി ബാൻഡ്, ഒരു ആർമി ബാൻഡ് ഉണ്ട്, 32 മെമ്പേഴ്സ് ഉള്ള ഒരു ആർമി ബാൻഡ് ഉണ്ട്. അതിൻ്റെ പുറകിൽ 616 അതായത് 616 മെമ്പേഴ്സ് ഉള്ള ഒരു ആർമി മാർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പ്സും മാർച്ച് ചെയ്യുന്നത് സെയിം നമ്പർ ഓഫ് കോളംസിലായിരിക്കണം ആൻഡ് അത് മാക്സിമം ആയിരിക്കണം, മാക്സിമം നമ്പർ ആയിരിക്കണം ഇൻ വിച്ച് ദേ ക്യാൻ മാർച്ച്. മാർച്ച് ചെയ്യുന്നവർ മാക്സിമം നമ്പർ ഓഫ് കോളംസ് കവർ ചെയ്യുകയും ചെയ്യണം. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ HCF ഓഫ് 616 and 32 ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF ഓഫ് 616 and 32. എന്താണ്? 616 ഈസ് ഈക്വൽ ടു 32 ഇൻറ്റു ഡിവൈഡ് ചെയ്യാം 32. 32ൽ എത്ര ടൈംസ് ആണ്? 1 ടൈം 32, 5, 1, 8, 9, 2, 296 അല്ലേ? എത്ര ടൈംസ് ആണ്? 32 ഇൻറ്റു 9 നോക്കാം. 32 ഇൻറ്റു 10 എന്ന് പറയുന്നത് 320 ആവും. സോ 9 നോക്കാം. 18, 1, 27, 28. സോ 288. 9 times 8, 1, 8. സോ റിമൈൻഡർ എന്ത് വന്നു? 8 വന്നു. നിങ്ങളിത് ഈ ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് ചെയ്തിട്ട് പ്രൂഫ് ചെയ്യുമ്പോഴേ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് പഠിച്ചാൽ മാത്രമേ എക്സാമിനൊക്കെ വരുമ്പോൾ ഓർമ്മ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 പ്രാവശ്യം എഴുതി തന്നെ പഠിക്കുക, വായിച്ച് പഠിക്കാൻ നിൽക്കരുത്. ഓക്കെ, വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും വായിച്ച് പഠിച്ചല്ലോ കുഴപ്പമില്ല, ഓർമ്മ കിട്ടിക്കോളും എന്ന് തോന്നും. പക്ഷേ ഓർമ്മ കിട്ടില്ല. അപ്പം ചെയ്ത് തന്നെ പഠിക്കണം, പ്രൂഫെല്ലാം ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, 32 8 എടുത്തു. സോ 32 8 8 4s 32, 4 + 0. അപ്പോൾ ഇവിടെ HCF എന്ത് വരും?
HCF of 16, 32 എന്ന് പറയുന്നത് 8 ആണ്. ഇപ്പോൾ എന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ദേ ക്യാൻ മാർച്ച്, അതായത് അവർക്ക് മാർച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സെയിം നമ്പർ ഓഫ് കോളംസും വരണം. അങ്ങനെ വരുന്ന രീതിയിൽ മാർച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് question. Use Euclid division lemma to show that the square of any positive integer is either of the form 3m or 3m plus 1 for some integer m. ഇതെനിക്ക് തോന്നുന്ന എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ലെറ്റ്സ് കൺസിഡർ എ പോസിറ്റീവ് ഇൻറ്റീജർ എ. നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റീജർ എ കൺസിഡർ ചെയ്യുകയാണ്. ബൈ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വി നോ ദാറ്റ് ഫോർ എനി two positive integers a and b there exists unique integers q and r such that a is equal to bq plus r 0 less than or equal to r less than b. ആ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ നല്ലോണം കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഈ ക്വസ്റ്റ്യൻസിലെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ലെമ്മ എടുത്തെഴുതേണ്ടതാണ്. സോ അതൊന്ന് നല്ലോണം ഓരോ വേർഡും നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ലെറ്റ് ബി ഈസ് ഈക്വൽ ടു 3. നമ്മളിവിടെ ബി എന്ന് പറയുന്നത് 3 ആയിട്ട് എടുക്കുകയാണ്. ദെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ 3. സോ ആറിൻ്റെ വാല്യൂസ് ഏതൊക്കെ വരും? ബി 3 ആയതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, യെസ്, ഇത്ര വരത്തുള്ളൂ അല്ലേ? സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ ആർ 3q. എക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 3q വരും അല്ലേ? ആർ ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്യുമ്പോൾ 3q, ആർ ഈസ് ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു 3q പ്ലസ് 1, ആർ ഈസ് ഈക്വൽ ടു 2 അപ്ലൈ ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു 3q പ്ലസ് 2 ഇങ്ങനെ വരും. നൗ ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ഓൾ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ. നമുക്ക് എന്താണ് പറഞ്ഞേക്കുന്നത്? സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ. സ്ക്വയേഴ്സ് ആണ്, സ്ക്വയറിൻ്റെ ഫോമാണ് പറയുന്നത്. സോ സ്ക്വയറിൻ്റെ ഫോം എന്ന് പറയുന്നത് 3m ആയിരിക്കും, അല്ലെങ്കിൽ 3m പ്ലസ് 1 എന്ന ഫോമിലായിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എല്ലാം സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നൗ ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ഓൾ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എ. ഇഫ് q ഈസ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ദെൻ ഇറ്റ്സ് സ്ക്വയർ വിൽ ഓൾസോ ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ എന്താണ്? ക്യൂവിനെ നമ്മൾ എനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സ്ക്വയേഴ്സ് എല്ലാം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നൗ ഒബ്സർവ് കെയർഫുള്ളി ദാറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 3m or 3m plus 1. അതായത് സ്ക്വയേഴ്സ് എല്ലാം ഈ ഒരു ഫോമിലാണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വി നോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു 3q, അല്ലെങ്കിൽ 3q പ്ലസ് 1, അല്ലെങ്കിൽ 3q പ്ലസ് 2. ഇത് മൂന്നാണ് എയുടെ വാല്യൂ ആയിട്ട് വന്നേക്കുന്നത് ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ. സോ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എ ഈസ് ഈക്വൽ ടു 3qനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ 3q ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? പിന്നെ എ ഈസ് ഈക്വൽ ടു 3q പ്ലസ് 1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ എ ഈസ് ഈക്വൽ ടു 3q പ്ലസ് 2ന് എ ഈസ് ഈക്വൽ ടു 3q പ്ലസ് 2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് 3q പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് 3q പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ടും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ കിടക്കാൻ നമ്മളത് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ അതിനു മുമ്പ് ഇതിൽ നിന്ന് നമുക്ക് സ്ക്വയർ രണ്ടിടത്തും ഒന്ന് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ 9q സ്ക്വയർ എന്ന് വരും. ഇവിടെ എന്തെന്ന് വരും? 9q സ്ക്വയർ പ്ലസ് 6q പ്ലസ് 1 എന്ന് വരും അല്ലേ? ഇവിടെ എന്തെന്ന് വരും? 9q സ്ക്വയർ പ്ലസ് 12q പ്ലസ് 4.
ഇത് എക്സ്പാൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. സോ എന്താണ് എ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ആർ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള എ സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? 3 ഇൻറ്റു ഈ ഞാൻ 3 ഇൻറ്റു 3 എന്ന് എഴുതി, 3 ഇൻറ്റു 3 എന്ന് എഴുതി. സോ 3 ഇൻറ്റു 3 ക്യൂ സ്ക്വയർ ഇങ്ങനെ എഴുതാം അല്ലേ? വേർ എം എന്ന് പറയുന്നത് 3 ക്യൂ സ്ക്വയർ എന്ന് എഴുതി. ഇനി ആർ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ള എ സ്ക്വയർ, ആർ ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഉള്ള എ സ്ക്വയർ എങ്ങനെ ആയിരിക്കും? അവിടെ നിന്ന് നമ്മൾ കോമൺ എടുത്തു. ഏതാണ്? 6ഉം 9ൽ നിന്ന് നമ്മൾ 3 കോമൺ എടുത്തു. സോ ബാക്കി എന്ത് വരും? 3 ക്യൂ സ്ക്വയർ പ്ലസ് 2 ക്യൂ എന്ന് വരും പ്ലസ് 1. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താണ്? വേർ എം എന്ന് പറയുന്നത് എന്തെന്ന് എടുക്കാൻ പറ്റും? 3 ക്യൂ സ്ക്വയർ പ്ലസ് 2 ക്യൂ എന്ന് എടുക്കാൻ പറ്റും. ഇനി ആർ ഈസ് ഈക്വൽ ടു 2. അങ്ങനെ വരുമ്പോൾ എന്താണ്? എ സ്ക്വയർ എന്ന് പറയുന്നത് 3 ഇൻറ്റു ഇവിടെ 2ൽ നിന്നും 3 കോമൺ എടുത്തിട്ട് ബാക്കി എന്തുണ്ട്? 3 സ്ക്വയർ പ്ലസ് 4 ക്യൂ പ്ലസ് 1 പ്ലസ് 1. ഇതിൽ 3ൽ നിന്ന് നമ്മൾ 3 കോമൺ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ എഴുതാം. 9 ക്യൂ സ്ക്വയർ പ്ലസ് 12 ക്യൂ പ്ലസ് 3 പ്ലസ് 1. അപ്പോൾ 3ൽ നിന്ന് 3 കോമൺ എടുക്കുകയാണ്. എന്നിട്ട് 9 ക്യൂ സ്ക്വയറിൽ നിന്ന് 3 പുറത്തെടുക്കുമ്പോൾ 3 ക്യൂ സ്ക്വയർ വരും. 12ൽ നിന്ന് 3 കോമൺ എടുക്കുമ്പോൾ 4 വരും. 3ൽ നിന്ന് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും. ഓക്കെ, പ്ലസ് 1. ഇവിടെ എന്താണ്? എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ക്യൂ സ്ക്വയർ പ്ലസ് 4 ക്യൂ പ്ലസ് 1 ആയിരിക്കും. ദസ് വി സീ ദാറ്റ് എ സ്ക്വയർ ഈസ് ഓഫ് ദ ഫോം 3m or 3m plus 1 where m is any positive integer. അതായത് എന്ത് പറയാൻ പറ്റും? എ സ്ക്വയർ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. അപ്പോൾ എ സ്ക്വയറിൻ്റെ ഫോം എന്ന് പറയുന്നത് 3m അല്ലെങ്കിൽ 3m plus 1 എന്ന ഫോമിൽ എഴുതാൻ കഴിയുമെന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്താണ്? 3m plus 1 ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3m plus 1 ആണ്. കിട്ടിയില്ലേ? എന്താണ്? സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുന്നത് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് 3m അല്ലെങ്കിൽ 3m plus 1 ആയിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 3m or 3m plus 1. കിട്ടിയില്ലേ? ഒന്നുകിൽ വേണ്ട, ഇവിടെ നോക്കിയേ, കേസ് 1ൽ 3m ആയി, ഇത് രണ്ടിലും നോക്കുമ്പോഴും 3m plus 1. അപ്പം ആ ഒരു ഫോമിൽ കിട്ടി. ഹെൻസ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് എയ്തർ ഓഫ് ദ ഫോം 3m or 3m plus 1. ഓക്കെ, മനസ്സിലായല്ലോ? ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ മുകളിൽ ചെയ്തേക്കുന്നത്. മുകളിലൊരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ സ്ക്വയറിൻ്റെ കാര്യം വന്നു എന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ പറയുന്നത് ക്യൂബാണ്. ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 9m plus 1 9m plus 8. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട്. ഓക്കെ, സപ്പോസ് ദാറ്റ് ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ a by Euclid division lemma. Okay, we know that positive integers a and b, there exist unique integers q and r such that a is equal to bq plus r, 0 less than or equal to r less than b. അല്ലേ? ഇനി യൂക്ലിഡ് ഡിവിഷൻ ലെമ്മയാണ് പറഞ്ഞേക്കുന്നത്. b is equal to 3 ആകുമ്പോൾ നമ്മൾ bക്ക് 3 എന്ന വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 ആറിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. 3 ആവില്ല, കാരണം ബീനെ കാട്ടിയും ചെറുതായിരിക്കണം r എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? എക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ വരും? 3q വരും, 3q plus 1 വരും, 3q plus 2 വരും. ഓക്കെ, നമുക്ക് ക്യൂബ് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചത്, ഇവിടെ എ ക്യൂബ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. കേസ് 1 r ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കും. നമുക്ക് എന്താ വരിക? എ ക്യൂബ് എന്ന് പറയുന്നത് 3q ദ ഹോൾ ക്യൂബ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 27
ക്യൂബ് എന്ന് വരും. ഇസ് ഈക്വൽ ടു ഈ 27 ഞാൻ നമ്മൾ കോമൺ എടുക്കുകയാണ്. ഞാൻ കോമൺ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഫോം എന്ന് പറയുന്നത് ഏത് ഫോമിൽ വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്? 9m + 1 9m + 8 എന്ന ഫോമിൽ വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 9 കോമൺ എടുത്തു. ആൻഡ് ഉള്ളിൽ എന്താ വരിക? 3 ക്യൂബ് എന്ന് വരും. ഇസ് ഈക്വൽ ടു 9m എന്ന് എഴുതാൻ പറ്റും. വേർ m എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബ്. ഓക്കെ, ഇവിടെ എന്ത് കിട്ടി? എ ക്യൂബിൻ്റെ ഫോം എന്ന് പറയുന്നത് 9m എന്ന് കിട്ടി. അടുത്ത് r = 0 ആയപ്പോൾ ഇനി r = 1 ചെയ്യുമ്പോൾ എന്താണ് വരിക? എ ക്യൂബ് എന്ന് പറയുന്നത് 3 ക്യൂബ് + 1 ഹോൾ ക്യൂബ്. എന്താണ് a + b ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്? അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എ ക്യൂബ് + 3a² b + 3ab² + b ക്യൂബ് അല്ലേ? ഇതല്ലേ a + b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ 3q-ലും + 1 3q-ലും 1ലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ 27 ക്യൂബ് എന്ന് വരും. പ്ലസ് 1ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് പിന്നെ ഇതാണ് നമ്മൾ 3 × a²b ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഫോമാണ് അപ്ലൈ ചെയ്യുന്നത്. സോ 3 × 3q² × 1. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. പ്ലസ് 3 × 3q × 1² അല്ലേ? 27 ക്യൂബ് + 1 പ്ലസ് എന്ത് വരും? ഹോൾ സ്ക്വയർ ആണ്. സോ 9 3s are 9 9 3s are 27 q² + 9q + 1 കണ്ടില്ലേ? ഈ ഒരു ഫോമാണ്. +1 വേണ്ട, +1 നമ്മൾ നേരത്തെ എഴുതിയല്ലേ, +1 വേണ്ട. സോ ഇനി ഏതിൽ നിന്നൊക്കെ നമുക്ക് കോമൺ എടുക്കാം? 1ൽ നമുക്ക് 9 കോമൺ എടുക്കാൻ പറ്റില്ല. സോ 9 × ഈ ഒരു ഇതിൽ നിന്നും ഈ 3 ഡിജിറ്റിൽ നിന്ന് നമുക്ക് കോമൺ എടുക്കാം. സോ എന്താ പറയുക? ഞാൻ കോമൺ എടുത്തതിന് 3q³ + 3q² + q. പിന്നെ ഒരു 1 ഉണ്ടല്ലോ, ഈ ഒരു 1 അതിനെ ഇങ്ങോട്ട് എഴുതി. ഇതിനെ നമുക്ക് 9m + 1 എന്ന് എഴുതിക്കൂടെ? വേർ m എന്ന് പറയുന്നത് എന്താണ്? m എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഇത്രയാണ് m എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇനി അടുത്ത് കേസ് 3 എന്ന് പറയുന്നത് r = 2. r = 2 കൊടുക്കുമ്പോൾ a ക്യൂബ് എന്ന് പറയുന്നത് 3 ക്യൂബ് + 2 ഹോൾ ക്യൂബ് ഇതാണ് വരിക അല്ലേ? വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. a + b ഹോൾ ക്യൂബ് ആ ഒരു ഫോമുല വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ നമുക്ക് 27 q³ + 8 + 36q + 54q² എന്ന് കിട്ടും. അതിൽ നിന്ന് ഞാൻ നമ്മൾ കോമൺ എടുക്കുകയാണ്. നേരത്തെ കോമൺ എടുത്തതുപോലെ തന്നെയാണ് കേസ് 2ൽ. അതായത് r = 1ൽ നമ്മൾ ഞാൻ കോമൺ എടുത്ത പോലെ ഇവിടെ ഞാൻ കോമൺ എടുക്കുമ്പോൾ അകത്ത് ഒരു ഫോം കിട്ടും. 3q³ + 4q + 6q² + 8 എന്ന് വരും. അപ്പം അകത്ത് കിടക്കുന്ന ആ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്ന ആ ഒരു ഫോമിന് നമ്മൾ m എന്ന് കൊടുക്കുകയാണെങ്കിൽ 9m + 8 എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തോ മനസ്സിലാക്കാം? a ക്യൂബ് എന്ന് പറയുന്ന a ക്യൂബിൻ്റെ ഫോം ഏതൊക്കെ വരാം? a ക്യൂബ് എന്ന് പറയുന്നത് പറയും. a ക്യൂബ് എന്ന് പറയുന്നത് 9m വരാം, 9m + 1 വരാം, 9m + 8 വരാം. ഓക്കെ, മനസ്സിലായല്ലോ?
അപ്പോൾ ഈ ഒരു 7 ചോദ്യങ്ങളും നിങ്ങൾ റിപ്പീറ്റായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ മാത്രമേ എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ തെറ്റ് പറ്റാം. ഈ എ ക്യൂബൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഫോം കിട്ടില്ല. സോ ചെയ്ത് തന്നെ പഠിക്കുക, മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ സ്റ്റോപ്പ് ചെയ്യുവാണ്, വൈൻഡപ്പ് ചെയ്യുവാണ്. കുറച്ച് കൂടുതൽ ടൈം എടുത്തു, എന്നാലും നമുക്ക് ഈ ഒരു സെക്ഷൻ കുറേ 2 ദിവസമായല്ലോ. അപ്പോൾ ഇന്ന് തന്നെ തീർക്കണമെന്നായിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് മാത്തമാറ്റിക്സ് നമുക്ക് തുടങ്ങാം. സോ എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു ഓൾ, ബൈ.